പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കേവർക്കും അമ്പഴക്കാട് സെൻറ് തോമസ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ സ്നേഹസ്വാഗതം. മധുര ജീവിത ദർശന ചാരുവാം നടനഗാന മനോഹര മാത്രകൾ അനുഭവങ്ങൾക്കിടം വലമങ്ങനെ സഖികളായി വന്നു നിൽക്കുന്നു ചേരി. മധുര ജീവിത ദർശന ചാരുവാം നടനഗാന മനോഹര മാത്രകൾ അനുഭവങ്ങൾക്കിടം വലമങ്ങനെ സഖികളായി വന്നു നിൽക്കുന്നു ചേരി. പുതിയ കാലം നവീന മനസ്സിലെ സ്വരവികാരങ്ങൾ ചുംബിച്ചുണർത്താൻ. പുതിയ കാലം നവീന മനസ്സിലെ സ്വരവികാരങ്ങൾ ചുംബിച്ചുണർത്താൻ. തിരുവരങ്ങിലേക്കെത്തുന്നു സ്നേഹത്തിരിതെളിക്കുക മർത്യരേ വീണ്ടും. ഉയരമേയും അശാന്തമാം സ്വർഗം അവനി വാഴ്വിനെ കണ്ടു മോഹിക്കാൻ. ഉയരമേയും അശാന്തമാം സ്വർഗം അവനി വാഴ്വിനെ കണ്ടു മോഹിക്കാൻ. കരൾ കൊരുത്തു കൊരുത്തു നാം പാടും കവിത വന്നതിരേൽക്കുകയല്ലോ. മണ്ണും രക്തവും കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ഈ അസ്ഥികളെല്ലാം നിങ്ങൾ എടുക്കുവിൻ. ഇത് കാട്ടിലെ ചെന്നായ്ക്കൾക്ക് തിന്നാനുള്ളതല്ല. ജാതിയുടെയും മതത്തിന്റെയും കുലത്തിന്റെയും പേരുയർത്തിപ്പിടിച്ച് മനുഷ്യമാംസത്തിന് വിലയിടുന്ന ഒരു ജനതയുടെ കൊടും ക്രൂരതയ്ക്ക് മുമ്പിൽ പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ വിശ്വാസത്തിനും അറിഞ്ഞ സത്യത്തിന്റെ കെട്ടുറപ്പിനും വേണ്ടി തല ഉയർത്തി നെഞ്ചു വീഴ്ച നിന്ന ഒരു പോരാളിയുടെ ചേതനയേറ്റ ശരീരമാണ് ഇവിടെ ചിതറിക്കിടക്കുന്നത്. മനസാക്ഷി തൊട്ടു തീണ്ടാത്ത ദ്രോഹികൾ ഒരു പാവം മനുഷ്യനെ കൊന്നുകളഞ്ഞിരിക്കുന്നു. പ്രിയരെ, ചോര വാർന്നുകൊണ്ടിരിക്കുന്ന ഈ അസ്ഥികൾ കൈകളിൽ എടുക്കുന്ന നിങ്ങൾ പോലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഒരിക്കൽ ഈ രാജ്യം തന്നെ ഈ രക്തസാക്ഷിയുടെ പേരിൽ അറിയപ്പെടും. നമുക്കിത് കൊണ്ടുപോയി ദേവാലയത്തിൽ അടക്കം ചെയ്യണം. സ്വർഗത്തിൽ അനേകം വിശുദ്ധർക്കിടയിൽ വാടാത്തൊരു പൂവ് കൂടി ഇന്ന് വിരിഞ്ഞിരിക്കുന്നു. പിള്ള, ദേവസഹായം പിള്ള. മുക്കടൽ കുമരീൻ പുതൽവനേ മുക്തി പേര് പെற்ற എங்கள் முதல்வனே. முக்கடல் குமரின் புதல்வனே முக்தி பேரு பெற்ற எங்கள் முதல்வனே. எங்கள் மனங்களை ஆண்டு நின்று இறை அருகனை பரிந்துரைத்திடும் தேவ சகாயமே. எங்கள் மனங்களை ஆண்டு நின்று இறை அருகனை பரிந்துரைத்திடும் தேவ சகாயமே. திருமுழுக்கு பெற்ற
பெற்றவரே, திருமறையினை ஏற்றவரே, மணக்கோலம் பூண்டவரே, மக்கள் மனங்களை ஆண்டவரே, தேவ சகாயமே, தேவ சகாயமே, தேவ சகாயமே, தேவ சகாயமே. முக்கடல் குமரியின் புதல்வனே, முத்தி பேரு பெற்ற எங்கள் முதல்வனே. நாட்டவரே, நட்டாலம் பிறந்தவரே, மனிதருள் மாணிக்கமே, மங்காத அகல் விளக்கே, அரசவை பணியும் ஆலய பணியும் அகமாறு என்ற அன்பரே, யோபுவின் வாழ்வினை தளபதியார் சொல்லிட நற்செய்தி என்ற நல்லவரே, தடைகளெல்லாம் தகர்த்தெறிந்து நிந்தை செய்தோரின் சிந்தனை மாற்றி கிறிஸ்துவின் சீடரானி, கிறிஸ்தவ வாழ்வுமானி. தேவ சகாயமே, தேவ சகாயமே, தேவ சகாயமே, தேவ சகாயமே. முக்கடல் குமரியின் புதல்வனே, முத்தி பேரு பெற்ற எங்கள் முதல்வனே, எங்கள் மனங்களை ஆண்டு நின்று இறை அருத்தனை பரிந்துரைத்திடும் தேவ சகாயமே, எங்கள் மனங்களை ஆண்டு நின்று இறை அருத்தனை பரிந்துரைத்திடும் தேவ சகாயமே, தேவ சகாயமே, தேவ சகாயமே, தேவ சகாயமே, தேவ சகாயமே. அரசனும் அறிவிக்கவே எருமை மேல் ஊர்வலமாய் எண்ணற்ற ஊர்களிலே, கொடியவர் கொடுமை கொடுந்துயர்த்தனிலும் நம்பிக்கை உறுதி கொண்டவரே, எளியவர் வாழ்விலே ஏற்றங்கள் கண்டிட நல்லவைகள் எடுத்து சொன்னவரே, உரிமைக்காக உயிர் துறந்து நீதிக்காக உண்மை பகிர்ந்து உண்மைக்கு உயிரானி, உலகுக்கு ஒளியானி. தேவ சகாயமே, தேவ சகாயமே, தேவ சகாயமே, தேவ சகாயமே. முக்கடல் குமரியின் புதல்வனே, முத்தி பேரு பெற்ற எங்கள் முதல்வனே, முக்கடல் குமரியின் புதல்வனே, முத்தி பேரு பெற்ற எங்கள் முதல்வனே, எங்கள் மனங்களை ஆண்டு நின்று இறை அருத்தனை பரிந்துரைத்திடும் தேவ சகாயமே, எங்கள் மனங்களை ஆண்டு நின்று இறை அருத்தனை பரிந்துரைத்திடும் தேவ சகாயமே. திருமுழுக்கு பெற்றவரே, திருமறையினை ஏற்றவரே, மணக்கோலம் பூண்டவரே, மக்கள் மனங்களை ஆண்டவரே, தேவ சகாயமே, தேவ சகாயமே, தேவ சகாயமே, தேவ சகாயமே, தேவ சகாயமே, தேவ சகாயமே. പ്രിയരെ, സവർണർ മതം മാറുന്നത് നിയമവിരുദ്ധമായിരുന്ന തിരുവിതാംകൂറിൽ രാജകോപത്തെ അവഗണിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ധീര രക്തസാക്ഷിത്വം വരിച്ച ദേവസഹായം പിള്ളയുടെ ചരിത്രം ഒരു എഴുത്താണിയിലൂടെ എഴുതിത്തീരേണ്ടതല്ല. മറിച്ച് ക്രിസ്തുനാഥനെ സ്നേഹിക്കുന്ന, അവന്റെ വഴിയിലൂടെ ചരിക്കുന്ന നാം ഓരോരുത്തരും ദേവസഹായം പിള്ളയുടെ ജീവിതയാത്ര
നമ്മുടെ ജീവിതത്തിൽ മാതൃയാക്കേണ്ടത് തന്നെയാണ്. സകല സൗഭാഗ്യങ്ങളും ത്യജിച്ചുകൊണ്ട് ഒരു അക്രൈസ്തവനായ ദേവസഹായം പിള്ള യേശുനാഥൻ അനുഗമിച്ചു. തനിക്ക് ലഭിച്ച ജ്ഞാനവും വിശ്വാസവും മറ്റുള്ളവർക്ക് ലഭിക്കാതെ പോവരുതേ എന്ന അദ്ദേഹത്തിന്റെ ആത്മദാഹം കത്തിജ്വലിച്ചപ്പോൾ വിശുദ്ധ പൗലോസിനെ പോലെ ശേഷിച്ച ജീവിതം ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായി ഇറങ്ങിത്തിരിച്ചു. ആ യാത്രയിൽ പലരും ക്രിസ്തുവിനെ അറിയാനിടയായി. അവർ ജ്ഞാനസ്നാനവും സ്വീകരിച്ചു. അന്ന് അന്ധവിശ്വാസത്തിൽ ആറാടിയിരുന്ന തിരുവിതാംകൂർ ദേവസഹായം പിള്ളയ്ക്ക് കാഴ്ചവെച്ച നിന്ദനങ്ങളും പരിഹാസങ്ങളും ചാട്ടവാറടിയും ജയിൽവാസവും എല്ലാം സന്തോഷത്തോടെ അദ്ദേഹം ഏറ്റുവാങ്ങി. എല്ലാറ്റിനുമൊടുവിൽ സർവശക്തന്റെ സ്വർഗീയ പൂങ്കാവനത്തിലേക്ക് ആ പുണ്യാത്മാവ് യാത്രയായി. അമ്പഴക്കാട് സെന്റ് തോമസ് കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന നാടകം കതിർ കൊണ്ടുവായോ, കെട്ടി കൊയ്തു കൂട്ടിവായോ. കതിർ കൊണ്ടുവായോ, കെട്ടി കൊയ്തു കൂട്ടിവായോ. പെണ്ണാളെ താമര കണ്ണാളെ വന്നാട്ടെ പൊന്നാരി പാടത്ത് വായോ. കതിർ കൊണ്ടുവായോ, കെട്ടി കൊയ്തു കൂട്ടിവായോ. വല്ലം നിറ വട്ടികൊണ്ട കുട്ടകൊണ്ട ഇല്ലം നിറ വല്ലം നിറ വട്ടികൊണ്ട കുട്ടകൊണ്ട. അല്ലിമലർ പെണ്ണാളെ ഇല്ലം നിറയ്ക്ക് വേല ചെയ്ത് വേർപ്പുകൊണ്ട് പാടം നനയ്ക്ക്. അങ്ങനെ വളര് പുത്തഞ്ഞാറേ കുളിര് പോരണ പാടം. പെണ്ണാളെ താമര കണ്ണാളെ വന്നാട്ടെ പൊന്നാരിൽ പാടത്ത് വായോ. കതിർ കൊണ്ടുവായോ, കെട്ടി കൊയ്ത് കൂട്ടിവായോ. ഓണം വന്നേ ഓടിവായോ കൂട്ടുകാരേ. ഓണം വന്നേ ഓടിവായോ കൂട്ടുകാരേ. കാലത്തെ പൂക്കളത്തിൽ മാവേലി എത്തും, പാടിയാടി തുമ്പിതുള്ളാൻ കൂട്ടുകാരെത്തും. അങ്ങനെ വിടര് ചിങ്ങപ്പൂവേ, തുടര് തിന്തിനാട്ടം പെണ്ണേ. പെണ്ണാളെ താമര കണ്ണാളെ വന്നാട്ടെ പൊന്നാരിൽ പാടത്ത് വായോ. കതിർ കൊണ്ടുവായോ, കെട്ടി കൊയ്ത് കൂട്ടിവായോ. കതിർ കൊണ്ടുവായോ, കെട്ടി കൊയ്ത് കൂട്ടിവായോ. പെണ്ണാളെ താമര കണ്ണാളെ വന്നാട്ടെ പൊന്നാരിൽ പാടത്ത് വായോ. കതിർ കൊണ്ടുവായോ,
കെട്ടി കൊയ്ത് കൂട്ടിവായോ കതിര് 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 കൊണ്ടുവായോ കെട്ടി കൊയ്ത് കൂട്ടിവായോ ഒന്നങ്ങട്ട് അല്ലെങ്കിൽ ചവിട്ട് ചാത്ത വേണമെന്ന് വെച്ച് പണിയെടുക്ക്. തിന്നായിരുന്ന ഒരു പറിക്കുള്ളത് തിന്ന് തീർക്കുമല്ലോ നീയേ. അമ്പ്രാ, തേവ് അല്പം കൂടിയ അപ്പുറത്തെ കണ്ടത്തിലേക്ക് വെള്ളം കയറും, കൃഷി നശിക്കും. ആ കണ്ടം ഉണ്ണി നമ്പൂതിരിയുടെ അല്ലേ? അതെ. അയാളുടെ കൃഷി നശിച്ച ചാത്തനെന്താ? ഇനി ആ ഇല്ലത്തുണ്ടോ നിനക്ക് കുഴിയിൽ കഞ്ഞി? ഓ അയ്യോ ഇല്ല അമ്പ്രാ. എന്നാ വായടച്ച് തമ്പ്രാൻ പറഞ്ഞതുപോലെ അങ്ങോട്ട് ചെയ്യാം. ഓ എന്താ നീ ആരാ? അമ്പ്ര, ഇത് വയറ്റാട്ടി അമ്മിണിയില്ലേ, അവളുടെ മകളാണ്. നിനക്കെന്താ ഇവിടെ കാര്യം പെണ്ണേ? അമ്മ പറഞ്ഞുട്ടാ അമ്രാനെ അറിയിക്കാൻ. എന്താ കാര്യം? അങ്ങോട്ട് പറയാ. അമ്രാന്റെ സഹോദരി ഞങ്ങളുടെ ദേവിക തമ്പ്രാട്ടി പ്രസവിച്ചു. സത്യാണോ നീ പറയണേ? അതെ അമ്പ്ര, ദാ ആ ഉദിച്ചുയർന്നു നിൽക്കുന്ന സൂര്യനെ പോലെ ശോഭയുള്ള ഒരു ആൺകുഞ്ഞ്. ഓ ഭാഗ്യം, അവള് തറവാട് കാത്തു. ഒരു പെൺകുഞ്ഞ് പിറന്നിരുന്നുവെങ്കിൽ സർവ്വതും തീർന്നനെ. എല്ലാം ദേവിയുടെ അനുഗ്രഹമാണേ. അമ്മേ ദേവി മായേ. ശിരസിൽ കവർദം പോലെ ചുവന്ന് ചുരുണ്ട് കിടക്കുന്ന ചെറിയ മുടികളുടെ ജട, മൂന്നാം കണ്ടിന്റെ നിഴൽ തെളിഞ്ഞ നെറ്റിത്തടം, പലതിനെയും ഭസ്മമാക്കാൻ കഴിവുള്ള അഗ്നി ഇവന്റെ നെറ്റിയിൽ നിറഞ്ഞു നിൽക്കുന്നു. പുതയ്ക്കാൻ ഇവൻ അമ്മ കൊടുത്തത് ആനത്തോല്. നെഞ്ചിൽ പൊന്തി നിൽക്കുന്ന അസ്ഥിക്ക് ആയുധമായ ത്രിശൂലത്തിന്റെ ആകൃതി. ദാ തൊഴുത്തിൽ ഇവനെ നോക്കി നിൽക്കുന്ന വെളുത്ത കാള, നീണ്ടു നിവർന്ന കഴുത്തിൽ നീല നിറത്തിന്റെ മറുക് ഈ നിലാവ് എനിക്ക് കാണിച്ചു തരുന്നു. ഈ ലക്ഷണങ്ങളെല്ലാം ഇവനിൽ നിറഞ്ഞതിനാൽ മരുതൻകുളങ്ങര നായർ തറവാടിന്റെ അനന്തരാവകാശിയായ ഇവൻ നീലകണ്ഠൻ പിള്ള എന്ന് വിളിക്കപ്പെടും. ಡೋಲು ಈ ಮಂಗಳವಾದ್ಯ ಕೇಳು, ಈ ಮಾರಾಣಿಗೆ ಕಂಕಣ ಕೂಡಿ ಬಂತು. ಬಂಧು ಬಳಗ ಬಂದು ಇಡೀ ಅಕ್ಷತೆನ ತಂದು ಮನಸಾರೆ ಎಲ್ಲ ಹಾರೈಸಿ ಮುಂದೆ ಕುಂತು. ಈ ಯೋಗಾನ ಶುಭ ಯೋಗಾನ, ಈ ಯೋಗಾನ ಶುಭ ಯೋಗಾನ, ಕೋಟಿ ದೇವರು ಹರಸಲೇಬೇಕು. ಡೋಲು ಈ ಮಂಗಳವಾದ್ಯ ಕೇಳು, ಈ ಮಾರಾಣಿಗೆ ಕಂಕಣ ಕೂಡಿ ಬಂತು. ಬಂಧು ಬಳಗ ಬಂದು ಇಡೀ ಅಕ್ಷತೆನ ತಂದು ಮನಸಾರೆ ಎಲ್ಲ ಹಾರೈಸಿ ಮುಂದೆ ಬಂದು. ಕಣ್ಣಲ್ಲಿ ಕೋಟಿ ಮಿಂಚಿದೆ, ಆ ಝರಿ ಝರಿ ನೀರಿನ ರಭಸವು ಎದೆಯಲ್ಲಿ ತುಂಬಿಕೊಂಡಿದ್ದೆ. ಆ ಘಮ 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 ಮಲ್ಲಿಗೆ ಮುಡಿಯಲ್ಲಿ ನಾಚಿಕೊಂಡಿದ್ದೆ. ಆ ಜಿಗಿ 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 ಜಿಗಿಯುವ ಜಿಂಕೆ ಕಂಡು ನೋಡಿದೆ. ಎಂಥ ಸೌಭಾಗ್ಯ ಬಂತು ಓ ದೇವರೇ, ನನ್ನ ಕರ್ತವ್ಯಕ್ಕೆ ನಿನ್ನದೇ ಆಸರೆ. ನೀ ಹಾಕೋ ಗೆರೆ ನಾದಾಟೊಲ್ಲ ನನ್ನ ದೊರೆ. ಪಿಪ್ಪಿ ಪಿಪ್ಪಿ ಡೋಲು ಈ ಮಂಗಳವಾದ್ಯ ಕೇಳು, ಈ ಮಾರಾಣಿಗೆ ಕಂಕಣ ಕೂಡಿ ಬಂತು. ಬಂಧು ಬಳಗ ಬಂದು ಹಿಡಿ ಅಕ್ಷತೆನ ತಂದು ಮನಸಾರೆ ಎಲ್ಲ ಹಾರೈಸಿ ಮುಂದೆ ಕುಂತು.
ಮುಸಿ ನಗುಬಲೆ ಹೊಸಿಲರು ಮೆಟ್ಟುವ ಆಸೆ ತುಂಬಿದೆ. ಕಿಲ ಕಿಲ ನಗುಬಲಿ ಕಚ್ಚಗುಳಿಡುವ ಮೋಹ ಬಂದಿದೆ. ಗಲಿಬಿಲಿ ಇಲ್ಲದೆ ಮದುಮಗನೆದುರು ಸೋತ ಹಾಗಿದೆ. ಇಲ್ಲಿ ಆನಂದ ಕಣ್ಣೀರೆ ಕಡಲಾಗಿದೆ. ಇನ್ನು ಈ ಜನ್ಮಕ್ಕಿನ್ನೇನು ಬೇಕಾಗಿದೆ. ಈ ಪ್ರೀತಿ ಹೊರೆ ನಾ ತಾಳೋಲ್ಲ ನನ್ನದುರೆ. ಪಿಪ್ಪಿ ಪಿಪ್ಪಿ ಡೋಲು ಈ ಮಂಗಳವಾದ್ಯ ಕೇಳು. ಈ ಮಾರಾಣಿಗೆ ಕಂಕಣ ಕೂಡಿ ಬಂತು. ಬಂಧು ಬಳಗ ಬಂದು ಇಡೀ ಅಕ್ಷತೆನ ತಂದು ಮನಸಾರೆ ಎಲ್ಲ ಹಾರೈಸಿ ಮುಂದೆ ಕುಂತು. ಈ ಯೋಗನ ಶುಭ ಯೋಗನ, ಈ ಯೋಗನ ಶುಭ ಯೋಗನ ಕೋಟಿ ದೇವರು ಹರಸಲೇಬೇಕು. ಈ ಮಂಗಳವಾದ್ಯ ಕೇಳು. ಈ ಮಾರಾಣಿಗೆ ಕಂಕಣ ಕೂಡಿ ಬಂತು. ಬಂಧು ಬಳಗ ಬಂದು ಇಡೀ ಅಕ್ಷತೆನ ತಂದು ಮನಸಾರೆ ಎಲ್ಲ ಹಾರೈಸಿ. വലത് മാറി ഇടത് വെട്ടി. കാളിദാസ താൻ ഉയർത്തി വെട്ടു. നീലകണ്ഠ വാൾ കീഴ്പോട്ട് പിടിച്ച് കഴുത്തിൽ ഇടതുകരം ചേർത്ത് അവനെ മലർത്തിയടിക്ക്. പോരാ, നീലകണ്ഠന്റെ അടിയേറ്റ് നിലത്ത് കിടക്കണ ആ ചക്കനേതാ? അയ്യോ, തിരുമേനിക്ക് അറിയില്ലേ? കൊട്ടാരത്തിലെ അനന്തൻ നമ്പൂതിരിയുടെ ഏക പുത്രനാണ് കാളിദാസൻ. ഓ പാവം, എന്ത് ചെയ്യാം? നീലകണ്ഠന്റെ അടിയേറ്റ് അവൻ മണ്ണ് തിന്നണത് കണ്ടോ? രാമൻപിള്ള ഇല്ലത്തേക്ക് തിരിച്ചില്ലേ? ഇല്ല, കുട്ടികളുടെ അഭ്യാസം കണ്ട് അങ്ങനെ നിന്നു. ഗുരുക്കൾ നീലകണ്ഠന്റെ പഠിത്തത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഈ കളരിയിലെ ഏറ്റവും മിടുക്കനായ കുട്ടിയാണ് നീലകണ്ഠൻ. ഇപ്പോൾ തന്നെ നീലകണ്ഠന് സംസ്കൃതം, ചെന്തമിഴ്, മലയാളം, ഇംഗ്ലീഷ് എന്നിവ എഴുതാനും വായിക്കാനും അറിയാം. ഉപനിഷത്തുക്കളും ശ്ലോകങ്ങളും എല്ലാം നന്നായി അറിയാം. പിന്നെ അടവുകളും ചുവടുകളും അവനെ കഴിഞ്ഞ് ഇവിടെ ആരുമുള്ളൂ. ദേവീപ്രസാദം നിറഞ്ഞൊരു കുട്ടിയാണ് നീലകണ്ഠൻ. ഓ, മനസ്സങ്ങോട്ട് നിറഞ്ഞു. ഇനി പോകാം. ഐ, വായും തുറന്നു നിൽക്കാണ്ട് അങ്ങോട്ട് നടക്കുക. ആവാം ആവാന്നേ. ഈ മുറിവ് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കീഴ്പ്പെടുത്തിയേനെ. ശരിയായിരിക്കാം, നീ മികച്ചവൻ തന്നെയാണ് കാളിദാസ. പക്ഷേ അത് ഗുരുക്കൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ഇവിടെ എല്ലാവർക്കും നീലകണ്ഠനെ മതി. എല്ലാത്തിലും നീ തന്നെ ഒന്നാമത്. കാളിദാസ, പ്രശംസയ്ക്ക് വേണ്ടിയോ സമ്മാനങ്ങൾക്കോ വേണ്ടിയോ ഞാനൊന്നും ചെയ്യാറില്ല. പഠിച്ച പാഠങ്ങൾ അതേപടി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുന്നു. അത്രയേ ഉള്ളൂ. എല്ലാം തരുന്നത് ഈശ്വരനാണ്. കാളിദാസ, വരൂ, ഗുരുക്കൾ അന്വേഷിക്കുന്നുണ്ടാവും. എൻ ഗുരുവാകുന്ന എൻ്റെ ഗുരുവേ ഞാൻ വന്ദിക്കുന്നേ. ഏറ്റമേറ്റമരുൾ ചെയ്തെന്നരങ്ങിൽ വന്നേ. ബാലരായ ഞങ്ങൾ ഇന്നാടിപ്പാടി കളിക്കുമ്പോൾ വളരും പരിചരിക്കും വന്നൊരു വരം നൽകണേ. പുണ്യവാണി സഹാക്കിണ്ടായി രണ്ടു മക്കൾ. ഒന്നാമൻ യേശാവും രണ്ടാമൻ യാക്കോബും. തക്കിട്ട തക്ക ധിമി തക്കിട്ട തക്ക ധിമി തക്കിട്ട തക്ക ധിമിത്തോം തുടിത്താളം. താതനെന്നതി പ്രീതി യേശാവോടതുപോലെ മാതാവിനതിരറ്റ വാത്സല്യം യാക്കോബിനും. തക്കിട്ട തക്ക ധിമി തക്കിട്ട തക്ക ധിമി തക്കിട്ട തക്ക ധിമിത്തോം തുടിത്താളം.
നാട്ടിൻ കീർത്തി കേട്ട ഇളങ്കണ്ണി പള്ളി തന്നിൽ ഇമ്പമോടെ വണരുളും അമ്മ മാതാവേ ദുർഗേ, ഇമ്പമോടെ വണരുളും അമ്മ മാതാവേ ദുർഗേ. നിന്റെ നാമം സ്തുതിപ്പാനും ഇനിപ്പാനും ഞങ്ങൾക്കിന്ന് കാരുണ്യം തന്നിടണേ അമ്മ മാതാവേ ദുർഗേ, കാരുണ്യം തന്നിടണേ അമ്മ മാതാവേ ദുർഗേ. ഇടുന്നല്ല കോട്ടാകോട്ടി പിടിമഞ്ചൽ പഞ്ചമേളം മുദ്രത്ന കൂട പീഡിച്ചെഴുന്നള്ളുന്നേ ദുർഗേ, മുദ്രത്ന കൂട പീഡിച്ചെഴുന്നള്ളുന്നേ ദുർഗേ. എഴുന്നള്ളത്തോടുകൂടി പടിഞ്ഞാട്ടു തിരിക്കുമ്പോൾ ഗുരുജിന്നു വലം വെച്ചു കുമ്പിടുന്നേ ദുർഗേ, ഗുരുജിന്നു വലം വെച്ചു കുമ്പിടുന്നേ. സഭ വിളങ്ങും പന്തലി കളിയാടണം ചെറുബാലരേ, പന്തലെ കളിയാടണം ചെറുബാലരേ. ആട്ടം പാട്ടും പരിചമുട്ടുകളോടെ നല്ല വഴിത്തടാ, ആട്ടം പാട്ടും പരിചമുട്ടുകളോളം നല്ല വഴിത്തടാ. പൊൻപരിചയും വാളുമേന്തി കളിക്കുന്ന ചെറുബാലരേ, പൊൻപരിചയും വാളും ഏന്തി കളിക്കുന്ന ചെറുബാലരേ. പതിനെല്ലിൻ ബാതിര് കൊത്തി പറകുമ്പം കീളിത്തത്ത് നീചൊന്നര പുന്നാരംഗം കളരി കണ്ടേ താളം, നീചൊന്നര പുന്നാരംഗം കളരി കണ്ടേ താളം. കളരിയും കണ്ടു ഞാനും ഗുരുവേയും കണ്ടു നാഥൻ, പതിവായൊരു ഗുരുവിന്റെ ചമയം കണ്ടേ താളം, പതിവായൊരു ഗുരുവിന്റെ ചമയം കണ്ടേ താളം. ഓമദേശം വാണരുളും ധീരനായ യോധാവേ വാഴ്ത്തിടുന്നു നിന്നെ ഞാൻ ജീവർഗീസേരുന്നക എന്നും എന്നും തന്നെ കാഴ്ചയ്ക്കായ കന്യകെ നൽകാനായി കൽപ്പിച്ചു ക്രൂരനായ സർപ്പത്താൻ സർപ്പത്തിന്റെ കൽപ്പന പാലിച്ചൊരു രാജാവ് തന്നെ മകളെ തന്നെ സർപ്പത്തിനായി കാഴ്ചയേകി കണ്ണീരൊഴുക്കിയ രാജാവിൻ പുത്രിനി ദൈവത്തെ വിളിച്ച ശേഷം യാത്ര തിരിച്ചു. പഞ്ചവർണ്ണങ്ങൾ തെളിഞ്ഞുള്ളതായ പഞ്ചവർണ്ണക്കിളി വന്നുര ചെയ്തേ, പഞ്ചസരപ്പാലും തേനും കുലവും നെഞ്ചാകെ തന്നാൽ കഥകളെ ചൊല്ലാം. തത്തമ്മയ്ക്കൊത്ത പോൽ ഭോജനമേകി തത്ത ഭുജിച്ചു പറഞ്ഞു തുടങ്ങി. കൊക്കെല്ലാം പറന്നു വിഞ്ചക്കണ്ടം തന്നിൽ വീണു, കൊത്തിട്ടും പറക്കിട്ടും അതിലൊരു തവിട്ട് കൊക്കെ വെള്ളക്കൊക്കെ അതിനോട് നമുക്കിപ്പോ പോകണം വലിയൊരു മരത്തിന്മേൽ, വലിയൊരു മരത്തിന്മേൽ ചെറിയൊരു ശാഖയിൽ വലുപ്പത്തിൽ കൂടും വച്ചിരിക്കും കൊക്കെ. മലയറ്റൂർ മലയും കേറി ജനകോടികൾ എത്തുന്നേ, അവിടുത്തെ തിരുമുടി കാണാൻ വരുന്നുണ്ടൻ മുത്തപ്പോ പൊന്നിൻ കുരിശ് മുത്തപ്പോ പൊന്മലകറ്റം, പൊന്നിൻ കുരിശ് മുത്തപ്പോ പൊന്മലകറ്റം. തീരാത്ത വ്യാധികൾ മാറ്റി മാറാത്ത ദുഃഖമകറ്റി അടിയങ്ങൾക്ക് അഭയം നൽകും പൊന്നിൻ കുരിശ് മുത്തപ്പോ, പൊന്നിൻ കുരിശ് മുത്തപ്പോ പൊന്മലകറ്റം, പൊന്നിൻ കുരിശ് മുത്തപ്പോ പൊന്മലകറ്റം. കടകന്തൻ ഞാൻ അടുമെച്ചിടവേ ഏതോർത്ത സിംഗം കരടിയെന്നിവരെ കുല ചെയ്തപ്പോൾ തന്താനെ താനെ ഇന്നു മഹോവൈ കൈകളിൽ ഏന്തിടും കൊയിലാത്തിനെയും എന്നു തവിതുര ചെയ്യും മന്നവൻ. സമ്മതിച്ചെന്നുടൻ കോപ്പുകൾ നൽകിന യാനോദനാർന്ന് ചെമ്മിച്ചെന്ന് ജയം പ്രാപിച്ച് പോന്നിടാം. തന്താനെ താനെ മുറും മടാതെ മുൻപന്താൻ അള്ളിന ഒരു മടാതെ മുൻപന്താൻ ഇന്തത്തരികിടേ വായിന്ത മയിലോ ഇന മുറും മടാതെ മുൻപന്താൻ അള്ളിന ഒരു മടാതെ മുൻപന്താൻ ഇന്തത്തരികിടേ വായിന്ത മാമറെ എലിയും മല്ലങ്കോലിനും മടിയത്തോരു ചിത്തിര നോവിയ തിളമ്പിടാതെ നീന്ത ജനുദമ നീന്ത ജനുപമ നിമ പമ സരിഗമ സരിഗമ പദനി അഗുഡിത്തി ഗുഡിയുമിത കുറുതിക്ക് തിക്കുറുതം തകൃതം ദഗജനു ദിഗൃതം ദിഗജൻ തകൃതം ദഗജനു ദിഗൃതം ദിഗജനു മമ്മണ പാറേ പുകി നിന്നരേ മധുരശ്രീയും മംഗള
മണവാളേറും മദരസിയും മംഗള മണവാളേറും ഇന്നത്തെ മാമണ വാറേ പുകി നിന്നറേ മദരസി മംഗള മണവാളേറും മദരസിയും മംഗള മണവാളേറും ഇന്നത്തെ കിടന്നുമതേ പൂമണം ഈ കൊന്തേഴുന്തൻ പോറ്റുകിൽ പുഴിന്ദ്രൻ തൻ പോർപ്പണ വിരുതിയിലും പുനരുപുകളടന കന്നാർ കുറവിട്ടു മംഗളമോട് വിടങ്കിടമേ ശരിമാനവനോ നിലക്കാതെ വിടന്തേ മൂന്നു പത്തു തോഴർ 3 ദിനം നോക്കി മടങ്ങിയവരെല്ലാം മൗനമായിരുന്നു. തക്കം നോക്കി ചെന്നേ മണവട്ടിയോടോതി കടമതിൽ പൊരുളെ പറഞ്ഞു തന്നില്ലെങ്കിൽ എന്നെ തന്നെ എല്ലാ താതനയുമെന്ന് അഗ്നിക്കിറയാക്കും ഓർത്തുകൊള്ളുക വേണം. കേട്ട നേരം മാറി തന്റെ ദുഷ്പ്രവർത്തിയെ വന്നരികെ വാർത്തമന്യ ചെന്നു നിന്നു വാർത്തയെല്ലാം ഉണർത്തിച്ചു. 3 10 തോഴർ 3 ദിനം നോക്കി മടങ്ങിയവരെല്ലാം മൗനമായിരുന്നു. പാരിൽ പരാപരന്റെ യാഗമേനും കാത്തുപോരും യഹൂദരിൽ നിജാതനായി കാത്തുപോരും യഹൂദരിൽ നിജാതനായി മണ്ണിലുടയവനെ മൽപിതാവേ അന്നു നിന്നെ അറിഞ്ഞതില്ല നീചരെയും അന്നു നിന്നെ അറിഞ്ഞതില്ല നീചരെയും അത്ഭുതമല്ലെന്നതും അതിനാൽ മന്നഹോ കാണിച്ചതും ആയതും ഓർത്തില്ലെന്നല്ല അക്രമമല്ലെന്നത് ചെയ്താൽ ജും 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 ഗമഗമ ഗും 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 ഗണജം ബും 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 സരിഗമ സരിം സരിം സരിനി മകരി പമകരി ജനം ജനം ജന ഞാനും എൻ്റെ ആടും മല്ലങ്കാടിനെ ബുക്കേറി കൂട്ടം പിരിഞ്ഞെൻ്റൊരാടിനെ കണ്ടില്ല. ആടിനെ തേടി ഞാൻ കാടേ നടന്നപ്പോൾ കാട്ടിലെ കാട്ടാളർ ചോദ്യം ചെയ്തെന്നോട് നിന്റെ ഒരാടിന് എന്തോരടയാളം നെറ്റിമേൽ ചുട്ടിയും വാലിന്മേൽ പൂവാളം പുതുപള്ളി തന്നിൽ വാഴുന്ന ഗീവർഗീസെ വൽവർണ്ണ കുതിരയിലേറി നായടാൻ പോയൊരു നേരം വഴിമധ്യേ കണ്ടുമുട്ടി പെരുമ്പാമ്പിൻ പോരട്ടത്തെ രാജാവിൻ ഓമന മകളം നാരിമണിക്ക് കുറി വീണപ്പോൾ രാജാവിൻ മനമൊഴുകിയ പ്രാർത്ഥന തൻ ഫലമായിട്ട് ദൈവാനുഗ്രഹത്താലെ സഹദായം വന്നണഞ്ഞു സഹദാതൻ വിളിക്കുന്നു സർപ്പത്തെ പൂരത്തേക്ക് നസ്രായൻ യേശുവിന്റെ നാമത്തിൽ വിളിക്കുന്നു കേരള നാട്ടിലെ ഞാൻ ചുറ്റിയ സഞ്ചാരം 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 വിജയം പെരുമല കർത്തിയപ്പോൾ ഈ കുളികുന്ന കവലും കുരുന്നപ്പോൾ മനം കുമ്മനം വെള്ളൊരു ചങ്ങനം പൊണ്ണ പല്ലപട്ടക്കൻ തകതരികിടതന്നാന് കേരള നാട്ടിലെ ഞാൻ ചുറ്റിയ സഞ്ചാരം കേരള നാട്ടിലെ ഞാൻ ചുറ്റിയ സഞ്ചാരം കാളിദാസന്റെ കാര്യത്തിൽ അങ്ങ് എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? പഠനമെല്ലാം പൂർത്തിയാക്കിയ അവൻ ഒരു തൊഴിലിനും പോകാതെ മട്ടുപ്പാവിലിരുന്ന് അങ്ങയുടെ അനിയന്റെ മക്കളുടെ കൂടെ ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനു വേണ്ടിയാണോ അങ്ങ് ഇത്രയും അവനെ പഠിപ്പിച്ചത്? ലക്ഷ്മി, അവനെക്കുറിച്ച് എനിക്കൊരു ചിന്തയുമില്ലെന്നാണോ നീ കരുതിയിരിക്കുന്നത്? നമ്മുടെ കൊട്ടാരത്തിൽ ഒരു കണക്ക് പിള്ളയുടെ വലിയ സ്ഥാനം ഒഴിഞ്ഞു കിടപ്പുണ്ട്. അതാണ് എൻ്റെ ലക്ഷ്യം. ആ ഇരിപ്പിടത്തിൽ കാളിദാസൻ വന്നു ചേരണം. തക്ക സമയം വരുമ്പോൾ ഞാൻ തന്നെ രാജാവിനും സഭയ്ക്കും മുമ്പിൽ കാളിദാസന്റെ പേര് നിർദ്ദേശിക്കും. അതുവരെ നീ ഒന്ന് ക്ഷമിക്കേ. ഈശ്വര, ഖജനാവിലെ കണക്കിൽപ്പെടാത്ത പണമെല്ലാം എന്റെ മകൾ കാളിദാസന് സ്വന്തം. അച്ഛാ, അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ആ ഉദ്യോഗം എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ഞാൻ ഏറെ സന്തോഷവാനായിരിക്കും. അത് നിനക്ക് തന്നെ ലഭിക്കും കാളിദാസ. ഈ പ്രായത്തിൽ നിന്റെ അത്രയും അറിവും കഴിവുമുള്ള വേറെ ആരുണ്ട് ഈ രാജ്യത്ത്? ഉണ്ട് തമ്പുരാനെ. അങ്ങനെ ഒരുവനുണ്ട്. ഭക്തിയും എളിമയും അറിവും കഴിവും അഭ്യാസവും എന്നു വേണ്ട എല്ലാത്തിലും പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരുവൻ. ആരാണ് ആ മഹാൻ? തെക്കൻ തിരുവിതാംകൂറിലെ നട്ടാലം ഗ്രാമത്തിൽ മരുതുംകുളങ്ങര വാസുദേവൻ നമ്പൂതിരിയുടെ മകൻ നീലകണ്ഠൻ.
തിരുമേനി, നോൻ കേട്ടിരിക്കണു ആ വിദ്വാനെ കുറിച്ച്. നീലകണ്ഠന്റെ അമ്മ ദേവകിയുടെ മേപ്പോട്ട് തറവാടുമായി അടുത്ത ബന്ധണ്ടേ. അവിടെ നിന്നാണ് നോൻ വേളി കഴിച്ചിരിക്കണത്. പക്ഷേ ഈ വിദ്വാനെ നോം നേരി കണ്ടിട്ടില്ല. എന്തിനാണ് നോം ഇത്രമാത്രം പറഞ്ഞു കൂട്ടുന്നത്? ആ വിദ്വാനെ നല്ല രീതിയിൽ അറിയുന്ന ആളല്ലേ ഈ നിൽക്കുന്നത്. ആരെ? ഈ അനന്ത നമ്പൂതിരിയാണോ? അല്ല, കാളിദാസൻ. അവർ ഒരുമിച്ചായിരുന്നു കളരിയിൽ. ഓ, എങ്കിൽ കാളിദാസൻ പറയൂ അയാളെ കുറിച്ച്. അതേ തിരുമേനി, കളരിയിൽ വിദ്യാഭ്യാസത്തിലും അഭ്യാസത്തിലും നീലകണ്ഠൻ തന്നെയായിരുന്നു ഒന്നാമത്. അപ്പോൾ താനെന്തിനായിരുന്നു അവിടെ പോയിരുന്നത്? പഠിക്കാൻ തന്നെയല്ലേ, അതോ മാവിൽ കല്ലെറിയാനോ? നീലകണ്ഠനോട് ഇത്തരം വരെ ഒന്ന് വരാൻ പറയാം, വൈകിക്കണ്ട. മധുപ
ശില്പകാവ്യമണയുന്നതോ ചന്ദനഗന്ധമേനി മനം നിറഞ്ഞേതോ മാഘം മാമ്പൂവിൽ മധുപകരും മമ മോഹം മാകന്ദത്തിരയിളകും മേഘം മൗനത്തിൻ കുളിരണിയും ഹിമജാലം പൊന്നിൻ നിറമായി വഴി നിറയും മന്മഥ സംഗമം രാഗസംഗമം മൃദുഭേദമണയുന്നതോ സുന്ദര സംഗമം ഭാവസംക്രമം രൂപഭേദം കങ്കണ സുന്ദരി നിന്റെ കനവുകൾ ശില്പകാവ്യമണയുന്നതോ ചന്ദനഗന്ധമേനി മനം നിറഞ്ഞേതോ മാഘം മാമ്പൂവിൽ മധുപകരും മമ മോഹം മാകന്ദത്തിരയിളകും മേഘം മൗനത്തിൻ കുളിരണിയും ഹിമജാലം പൊന്നിൻ നിറമായി വഴി നിറയും മന്മഥ സംഗമം രാഗസംഗമം മൃദുഭേദമണയുന്നതോ സുന്ദര സംഗമം ഭാവസംക്രമം രൂപഭേദം കങ്കണ സുന്ദരി നിന്റെ കനവുകൾ ശില്പകാവ്യമണയുന്നതോ ചന്ദനഗന്ധമേനി മനം നിറഞ്ഞേതോ ഭാർഗവി, നീ എന്താണ് ചെയ്യുന്നത്? കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് വേളി കഴിച്ചവന്റെ കാൽ ആദ്യരാത്രിയിൽ കഴുകി തുടച്ചാൽ മോക്ഷം ലഭിക്കുമെന്നാണ് പൂർവികർ പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ തിരുമേനി. നല്ലത്. ഈശ്വര വിശ്വാസവും ആചാരങ്ങളും പൂജകളും ഒന്നും തന്നെ നടത്താതിരിക്കരുത്. ഈശ്വരകോപം ഉണ്ടാവും, കുലം നശിച്ചു പോകും. ഭാർഗവി, എഴുന്നേൽക്കുക. എന്റെ കാൽക്കീഴിലല്ല നിന്റെ സ്ഥാനം. എന്റെ ഒപ്പം തന്നെ നിന്നെ ഇരുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തിരുമേനി, അങ്ങ് വലിയ അറിവുള്ളവനാണ്. എന്റെ ഭാഗ്യമാണ് അങ്ങേ എനിക്ക് ലഭിച്ചത്. മരണം വരെയും അങ്ങ് പറയുന്നത് എന്തും അനുസരിച്ച് ഞാൻ കഴിഞ്ഞോളാം. സന്തോഷം. എന്നാൽ നീ കൂടുതൽ അനുസരിക്കേണ്ടത് നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ഓരോ പ്രതിഷ്ഠകളെയുമാണ്. അവർക്കുള്ളത് വീതം വെച്ച് ഈ ഇല്ലത്ത് ആരും ഭക്ഷിക്കാറുള്ളൂ. നീയും അങ്ങനെ തന്നെ ചെയ്യുക. മോനെ നീലകണ്ഠ, ഉറങ്ങിയോ നീയ്? ഇല്ല അമ്മേ, പറഞ്ഞോളാ. നിന്നെ അമ്മാവൻ അന്വേഷിക്കണു. അകത്തളം വരെ ഒന്ന് വരിക. ഓ, ദാ വരണു. ഭാർഗവി, ഉറങ്ങിക്കോളൂ. ഈ വിളക്കിലെ എണ്ണ തീർന്നാലും അങ്ങ് വരാതെ ഞാൻ ഉറങ്ങില്ല. എന്താ അമ്മാവ, എന്നെ അന്വേഷിച്ചുവെന്ന് അമ്മ പറഞ്ഞു. അന്വേഷിച്ചു. ഇവർ വന്നിരിക്കുന്നത് കൊട്ടാരത്തിൽ നിന്നാണ് നിന്നെ കാണാൻ. എന്താ കാര്യം എന്ന് ഇയാൾ തന്നെ അങ്ങോട്ട് ചോദിച്ച് മനസ്സിലാക്കുക. എന്താ നീലകണ്ഠ അതിൽ എഴുതിയിരിക്കുന്നത്? അമ്മേ, രാജാവ് നേരിട്ട് മുഖം കാണിക്കാൻ കൽപ്പിച്ചിരിക്കുകയാണ്. അമ്മാവ, കൊട്ടാരത്തിന്റെ കണക്ക് പിള്ളയായി എന്നെ നിയമിച്ചിരിക്കുന്നു. അതിന്റെ അറിയിപ്പും കൂടിയാണിത്. മാത്രവുമല്ല, പത്മനാഭപുരം നീലകണ്ഠസ്വാമി ക്ഷേത്രത്തിന്റെ മേലാധികാരിയായി ഉദയഗിരിയിൽ ഒരു കോട്ട പണിത് ഉയർത്തുവാനും തൊഴിലാളികൾക്കും പട്ടാള ഉദ്യോഗസ്ഥർക്കും മാസശമ്പളം കൊടുക്കുന്നതും എന്റെ ഈ ജോലിയുടെ ഭാഗമാണ്. വലിയ ഭാരപ്പെട്ട ജോലി തന്നെയാണ് അമ്മാവ എന്നെ മഹാരാജാവ് ഏൽപ്പിക്കുന്നത്. സന്തോഷമായി. നീലകണ്ഠ, ദേവിയുടെ അനുഗ്രഹം വരുന്നത് കണ്ടോ നീയെ? കുലദൈവങ്ങൾ തലയ്ക്കുമീതെ അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുകയാണ്. എല്ലാം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഈ അമ്മാവ് നിർത്താതെ നടത്തുന്ന പൂജകളുടെയും വേലകളുടെയും അന്നദാനത്തിന്റെയും ഫലമാണ്. അറിയാമാവ. നീലകണ്ഠ, ഈ ഇല്ലത്ത് വന്നു കയറിയ ഭാർഗവിയിലും ഒരനുഗ്രഹമുണ്ട്. തിരുമേനി പോയിക്കൊള്ളുക,
ഞാൻ അടുത്ത ദിവസം തന്നെ കൊട്ടാരത്തിലെത്തിയേക്കാം. ഓ ശരി തമ്പുരാനെ. സായിപ്പേ, നിങ്ങളെയും നിങ്ങളുടെ കൂട്ടാളികളെയും വധിക്കുക എന്നത് ഞങ്ങളുടെ പടയാളികൾക്ക് എളുപ്പം കഴിയുന്ന ഒന്നാണ്. പക്ഷേ അവരത് ചെയ്യില്ല. മഹാരാജാവിന് നിങ്ങളോട് എന്തോ ദയ തോന്നിയിരിക്കുന്നു. അതിന് കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. തമ്പുരാൻ ഈ സഭയ്ക്ക് മുമ്പിൽ അത് തുറന്നു പറയും എന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ. പ്രിയരെ, ഇവരോട് ഞാൻ കാണിക്കുന്നത് കരുണയോ ദയയോ അല്ല. ശത്രു എന്നും ശത്രു തന്നെയാണ്. അവൻ മിത്രമായി വന്നാലും ഭയക്കണം. എന്നാൽ എനിക്കിവരിൽ മറ്റൊരു ലക്ഷ്യമാണുള്ളത്. എന്താണത്? അങ്ങ് തുറന്നു പറയുക. നമ്മുടെ രാജ്യം ആരുടെ മുമ്പിലും കീഴ്പ്പെടാതെ തല ഉയർത്തി നിൽക്കണം. ഞാനും എൻ്റെ പൂർവികരും ജനിച്ചു വീണ മണ്ണാണിത്. എൻ്റെ മരണം വരെയും പറങ്കിപ്പട ഈ മണ്ണിൽ കാലുകുത്താൻ പാടുള്ളതല്ല. ഇലലോയ്, ഞാൻ നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. പകരം എൻ്റെ സേനയെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. എൻ്റെ സൈന്യത്തെ കൂടുതൽ ശക്തരാക്കണം. How can I help? അങ്ങയുടെ സൈന്യം ഇപ്പോൾ തന്നെ വളരെ ശക്തമാണ്. അതുകൊണ്ടാണല്ലോ അങ്ങയുടെ കാൽച്ചുവട്ടിൽ ഞാനും എൻ്റെ കൂട്ടാളികളും തലകുനിച്ച് നിൽക്കുന്നത്. ആൾബലം കൊണ്ടും മനക്കരുത്തുകൊണ്ടും അവർ ശക്തരാണ്. വാളും പരിചയമെല്ലാം അവർക്ക് വെറും പുഷ്പങ്ങൾ മാത്രം. പക്ഷേ പീരങ്കികൾ, വെടിക്കോപ്പുകൾ എല്ലാം അവരെ കീഴ്പ്പെടുത്തും. അതിനാൽ സായിപ്പേ, അതെന്താണെന്ന് എൻ്റെ സൈന്യം അറിയണം. അതെല്ലാം ഉപയോഗിക്കാൻ അവരെ താങ്കൾ അഭ്യസിപ്പിക്കണം. താങ്ക് ഗോഡ്, എനിക്കൊരു പുതിയ ജീവൻ അങ്ങ് നൽകിയിരിക്കുന്നു. സർ, ഞാനും എൻ്റെ കൂട്ടാളികളും അങ്ങയുടെ സൈന്യത്തെ ശക്തരാക്കും. ഇന്നു മുതൽ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ പടത്തലവനായി താങ്കളെ ഞാൻ നിയോഗിക്കുന്നു. നിങ്ങളുടെ യുദ്ധ നൈപുണ്യവും യുദ്ധതന്ത്രവും ഇനി തിരുവിതാംകൂറിന് സ്വന്തം. ഇന്നു മുതൽ താങ്കൾ ഈ ദേശത്തിന്റെ വലിയ കപ്പിത്താൻ എന്നുകൂടി അറിയപ്പെടും. ഡിലനോയ്, ഇത് നീലകണ്ഠം പിള്ള. യുദ്ധസാമഗ്രികളുടെ നിർമ്മാണത്തിനായി താങ്കൾക്ക് ആവശ്യമായ പണം ചോദിച്ചു വാങ്ങാം. പിന്നെ പിള്ള നല്ലൊരു യോദ്ധാവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ സായിപ്പിന് എന്താവശ്യത്തിനും പിള്ളയെ സമീപിക്കാം. താങ്ക് യു സർ. ഹോ, അങ്ങയുടെ ബുദ്ധിശക്തി അപാരം തന്നെ. പുകഴ്ത്തുവാക്കുകളിൽ തൽപരനല്ല നോമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തണോ പ്രിയരെ? അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? ഈ ഡിലനോയ് മറ്റൊരു രാജ്യക്കാരനാണ്. ഈ രാജ്യത്തിന്റെ ശക്തിയും ബലവും മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഡിലനോയ് അവന്റെ രാജ്യത്തിന് നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കില്ല എന്നുണ്ടോ? നമ്മുടെ ഈശ്വരവിശ്വാസമല്ല അവരുടേത്. അതിനാൽ തന്നെ നമ്മൾ അനന്തമായി അവരെ വിശ്വസിക്കാൻ പാടുള്ളതല്ല. ഏതൊരു വെള്ളക്കാരൻ ദൈവമാണ് അവരുടെ കൂടെയുള്ളത്. ആയുധങ്ങൾ പോലും ഇല്ലാത്തൊരു ദൈവം. ആയുധങ്ങളില്ലാത്തൊരു ദൈവം എങ്ങനെ അവരെ രക്ഷിക്കാനാണ്? മണ്ടന്മാർ. കുറെ പാണ്ഡുരോഗം വന്ന പോലെ നിറമുണ്ട് എന്നല്ലാതെ ബുദ്ധി തീരെ ഇല്ല, അല്ലേ അച്ഛാ? പക്ഷേ കാളിദാസ, ആ നീലകണ്ഠൻ നിന്റെ സുഹൃത്തല്ലേ? സഭയിൽ വെച്ച് നിന്നെ കണ്ട ഭാവം പോലും അവൻ നടിക്കുന്നില്ലല്ലോ. തമ്പുരാന്റെ ഹൃദയ സൂക്ഷിപ്പുകാരൻ കൂടിയല്ലേ ഇപ്പോ. അതിന്റെ അഹങ്കാരമായിരിക്കും. ഇന്നലെ കയറി വന്നവൻ കൊട്ടാരത്തിൽ ആളായി മാറുന്നു. എനിക്കിതൊന്നും സഹിക്കുന്നില്ല അച്ഛാ. ദുഃഖിക്കരുത്, തക്ക സമയം വരും. ആയുധമെടുക്കാതെ തന്നെ കൊല്ലാൻ പഠിക്കണം. അതിന് ബുദ്ധി ഉപയോഗിക്കണം. വഴി കുലദൈവങ്ങൾ കാണിച്ചു തരും.
പുറത്തേക്ക് വരുമോ? അമ്പ്ര, ഒന്ന് പുറത്തേക്ക് വരുമോ? എന്താ അങ്ങോട്ട് മാറി നിൽക്ക. എന്നൊരു കാര്യം പറയാ. കൊലച്ച വാഴകളെല്ലാം നിലം പതിച്ചു. പറമ്പിലെ തെങ്ങുകൾ വീണ് കിടക്കുന്നത് കണ്ട സഹിക്കില്ല. 3 നാള് പൊക്കത്തിലാണ് നെല്ല് വിളഞ്ഞ കണ്ടത്തിൽ വെള്ളം കയറി കിടന്നു. എല്ലാം തകർന്നു തമ്പ്ര, തകർന്നു തമ്പ്ര. അമ്പ്ര, ഈ കാറ്റിന്റെ ശക്തിയിൽ നമ്മുടെ തൊഴുത്ത് നിലപതിച്ച് ചോരമാർന്ന് നിലത്ത് ചത്തു കിടക്കുന്ന അങ്ങയുടെ കന്നുകാലികളെ ഞാൻ എന്ത് ചെയ്യണം അമ്പ്ര? അമ്മേ, മുത്തശ്ശി വിളിച്ചിട്ട് കണ്ണു തുറക്കണില്ല. എന്താ കണ്ണി കേക്കണേ? അമ്മേ, ദേവി. കുലദൈവങ്ങൾ കോപിച്ചിരിക്കുന്നു. എന്ത് അപരാധാണ് ഈശ്വരന്മാരെ അങ്ങയുടെ ഭക്തരായ ഞങ്ങൾ നിന്നോട് ചെയ്തത്? ഇല്ലവും പറമ്പും വിറ്റായാലും പൂജകളും വേലകളും അന്നദാനവും ചെയ്തിരിക്കും. അങ്ങയുടെ ഉഗ്രകോപം ശമിക്കണേ ഈശ്വര. Focus your aim and press your trigger. നമ്മുടെ കൈവശം വളരെ കുറച്ച് വെടിമരുന്നാണ് ഉള്ളത്. അതെന്താ സായിപ്പേ, സാമഗ്രികൾക്കുള്ള എല്ലാ പണവും നിങ്ങൾ വാങ്ങി എന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത്. സോറി ഡിയർ, കഴിഞ്ഞ ഒരാഴ്ചയായി പെയ്ത റെയിൻ നിങ്ങൾ കണ്ടതാണല്ലോ. ഇന്നാണ് ആ റെയിൻ അല്പമെങ്കിലും ശമനം കാണുന്നത്. കാപ്പാട് പോയി ചരക്കെടുത്ത് കൊണ്ടുവരാൻ അയച്ചിട്ടുള്ള വള്ളങ്ങൾ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ഐ ആം ഓൾസോ വെയിറ്റിംഗ് ഫോർ ദം. അവർ എത്തിയാൽ പരിശീലനത്തിനുള്ള മരുന്ന് നമ്മുടെ കൈവശമുണ്ടാകും. പ്ലീസ് വെയിറ്റ് ഫോർ ദാറ്റ് മൈ ഫ്രണ്ട്. നിങ്ങൾ എന്തീ കാണിക്കുന്നത്? സോറി ബ്രദർ, ഞാൻ ഇങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അങ്ങയുടെ അച്ഛൻ തിരുമേനിയുടെ തലയ്ക്ക് വെടിയേറ്റാണ്. Don't play with that. It's not a toy. ആഹാ, ഇത് കൊള്ളാലോ. നിങ്ങൾക്ക് പുറകിലും കണ്ണുണ്ടോ? ഒരിക്കലുമല്ല. പക്ഷേ ചുറ്റുമുള്ളത് മനസ്സിൽ കാണിച്ചു തരുന്ന ദൈവമുണ്ട് എൻ്റെ കൂടെ. ജീസസ് ലോകരക്ഷയ്ക്ക് വേണ്ടി സകല മനുഷ്യർക്കും വേണ്ടി കുരിശിലേറിയ ദൈവപുത്രനാണ് അങ്ങയുടെ കൈകളിൽ ഇരിക്കുന്നത്. ക്ഷമിക്കൂ സുഹൃത്തെ, ഞാൻ അങ്ങേക്ക് തന്ന പണത്തിന്റെ കണക്കുകളാണ്. ഇത് വായിച്ചു നോക്കി ഉറപ്പുവരുത്തിയതിനു ശേഷം ഒപ്പിട്ടു തരണം. No need to read this, Nilakandan. I know you very well. Everything will be perfect. അതല്ല സുഹൃത്തെ, പണത്തിന്റെ കാര്യമാണ്. എല്ലാത്തിനും വളരെ വ്യക്തത ഉണ്ടാവണം. ബന്ധങ്ങളും സൗഹൃദങ്ങളും ഇല്ലാതാക്കുന്ന ഒരു ചതിയനാണ് പണം. അതുകൊണ്ട് അമിതമായി ആരെയും വിശ്വസിക്കേണ്ട, എന്നെ പോലും. നിങ്ങളെ വിശ്വസിക്കണ്ട എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ ഈ കൊട്ടാരത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളേ ഉള്ളൂ. അത് എൻ്റെ സുഹൃത്തായ നിങ്ങളാണ്. Why you look so depressed? എൻ്റെ പ്രവർത്തികളോ വാക്കുകളോ നിങ്ങളെ വേദനിപ്പിച്ചോ? എന്താണെങ്കിലും തുറന്നു പറയൂ. Come on, Nilakandan, tell me. ഏയ്, ഒന്നുമില്ല. പ്രിയ സുഹൃത്തെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതുപോലെ എപ്പോഴും പുഞ്ചിരിച്ചു നിൽക്കാൻ കഴിയുന്നത്?
അങ്ങയുടെ കുടുംബത്തെ അങ്ങ് കണ്ടിട്ട് എത്രയോ നാളായിരിക്കുന്നു. അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അങ്ങേക്കറിയില്ല. എല്ലാ സുഖസൗകര്യങ്ങളുമുള്ള ഒരു അടിമ മാത്രമല്ലേ ഈ കൊട്ടാരത്തിൽ നിങ്ങൾ? എനിക്ക് എന്തോ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എല്ലാം അറിയുന്ന അങ്ങയുടെ മനസ്സിനെ കുറിച്ച്. നഷ്ടമായത് എന്നും നഷ്ടം തന്നെയാ. ഒരു ധനികനായി ജനിച്ചു വളർന്നവനാണ് ഞാൻ. എല്ലാം ഈശ്വരന്റെ അനുഗ്രഹമായിരുന്നു. ഇപ്പോ ഉറങ്ങാൻ ഒരു ഇല്ലം മാത്രമുണ്ട് ബാക്കി. എല്ലാം നഷ്ടപ്പെട്ടു. ഈ ജോലിയുള്ളത് കൊണ്ട് വീട്ടിലുള്ളവർ അത്താഴ പ്രശ്നി കിടക്കുന്നില്ല എന്ന് മാത്രം. എല്ലാം ഈശ്വരകോപമാണ്. തലയ്ക്കും ഇത് ദേവി ശാപവും. ഈ കൊട്ടാരത്തിലെ പായസവും അമൃതും മാസത്തിൽ ലഭിക്കുന്ന ശമ്പളവും ആണ് എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? My country and my family is very important to me. പക്ഷെ ഇതെല്ലാം എനിക്ക് തന്നത് എൻ്റെ ദൈവമാണ്. ദൈവം എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിന് ഭയപ്പെടണം? ഞാൻ എന്തിന് ദുഃഖിക്കണം? Well, my God will protect my family. എല്ലാം നിങ്ങൾക്ക് തരുന്ന ദൈവത്തിനെ നിങ്ങൾ തിരിച്ചും തൃപ്തിപ്പെടുത്തണമല്ലോ. അങ്ങൊരു പൂജയോ വേലകളോ അന്നദാനമോ നടത്തുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ നിങ്ങളുടെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും? ശപിക്കല്ലേ ചെയ്യുള്ളൂ. തലയ്ക്കു നേരെ ആയുധമെടുത്ത് നിൽക്കുന്നവനല്ല ദൈവം. ദൈവം സ്നേഹമാണ്. നിന്റെ ബലിയേക്കാൾ കൂടുതൽ സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞവനാണ് എൻ്റെ ദൈവം. നീലകണ്ഠന്റെ എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. അങ്ങ് ഇത് വായിക്കണം. സായിപ്പ് തിരക്കിലാണോ? No, tell me. ആ നീലകണ്ഠൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടു. Yes, ചിലവായ കണക്കുകൾ എന്നെ ബോധ്യപ്പെടുത്താൻ എത്തിയതാണ്. ഞാൻ അതിൽ സൈൻ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. നീലകണ്ഠൻ കണക്കിൽ തിരിമറി നടത്തുന്നു എന്നൊരു ശ്രുതി കൊട്ടാരത്തിൽ പരക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു സായിപ്പേ? ആ പറച്ചിലുകളിൽ വല്ല സത്യവുമുണ്ടോ? അങ്ങനെയുള്ള പറച്ചിൽ തന്നെ സത്യമാണോ എന്ന ഡൗട്ട് എനിക്കുണ്ട്. ബുദ്ധിമാനാണ്. നോമ്പറഞ്ഞ നുണ കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങൾ എനിക്കു ചേർന്നവൻ തന്നെ. ബുദ്ധിമാൻ. അതുകൊണ്ട് വളച്ചുകെട്ടില്ലാതെ ഞാനൊരു കാര്യം പറയാം. അടുത്ത സഭായോഗത്തിൽ രാജാവിന് മുമ്പിൽ നിന്നുകൊണ്ട് നീലകണ്ഠനെ പറ്റി കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ ആ നുണ ഒന്നുകൂടി അവിടെ ഞാൻ ആവർത്തിക്കും. അപ്പോൾ അങ്ങ് ഉറച്ച സ്വരത്തിൽ, കാളിദാസ എന്താ ഇപ്പോ അത് ഇംഗ്ലീഷിൽ പറയാ? Yes, that's right. I have the same doubt. സെയിം ഡൗട്ട്. അതങ്ങട് പറയാ. നീലകണ്ഠനെ നമ്മൾ ഇരിപ്പിടത്തിൽ നിന്ന് താഴേക്ക് ഇറക്കുന്നു. ഈ കാളിദാസനെ പിടിച്ച് അവിടേക്ക് കയറ്റിയിരുത്തുന്നു. സായിപ്പിന് സാമ്പത്തികമായി ഗുണമുള്ള കാര്യമാണ്. എന്താ, ശരിയല്ലേ? I will tell you a better option. അതെന്താ അത്? പറയാ. ഇതിനേക്കാൾ നല്ലൊരു ബുദ്ധിയാണെങ്കിൽ അത് നോമ്പിന് കേൾക്കണം. പറയാ. മഹാരാജാവിനെ ഇരിപ്പിടത്തിൽ നിന്ന് ഇറക്കി ഈ മകനെ അങ്ങ് കയറ്റിയിരുത്തിയാൽ പോലെ. ഓ, ഭയങ്കരം തന്നെ. നല്ല അറിവുള്ള മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഒന്ന് ആലോചിച്ചുകൂടെ അച്ഛാ? നീ മണ്ടനാണെന്ന്
കൂടുതൽ കൂടുതൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കാളിദാസ. ആണോ? ഉച്ചഭക്ഷണത്തിന് നേരായെന്ന് തോന്നണു. ശരിയാ, വയറ് ചിഹ്നം വിളിച്ചു തുടങ്ങി. വേഗം പോകാം, ഇന്ന് പാലടയാണ് അച്ഛ. ഓ ഭഗവാനെ, ഇവനെ നോം എന്താ ചെയ്യാ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഗോപുരം പണിയും മനുഷ്യ, ദൈവത്തെ നീ മറന്നുവോ? തിരുസന്നിധേ നിന്നകന്നുവോ? ബാബേൽ ഗോപുരം പണിയും മനുഷ്യ, ദൈവത്തെ നീ മറന്നുവോ? തിരുസന്നിധേ നിന്നകന്നുവോ? സ്നേഹം മറന്നോ? സോദോം ഗമോറ ഉണർന്നോ? സോദര സ്നേഹം മറന്നോ? സോദോം ഗമോറ ഉണർന്നോ? അഹന്തതൻ പടവുകൾ കടന്നോ? ഞാനെന്ന ഭാവത്തിൽ മതി മറന്നോ? അഹന്തതൻ പടവുകൾ കടന്നോ? ഞാനെന്ന ഭാവത്തിൽ മതി മറന്നോ? രക്ഷകനരികിൽ തിരിച്ചു വരൂ, മാനസാന്തര വഴിയിൽ ദൈവപിതാവിനരികിൽ. ബാബേൽ ഗോപുരം പണിയും മനുഷ്യ, ദൈവത്തെ നീ മറന്നുവോ? തിരുസന്നിധേ നിന്നകന്നുവോ? യേശുവേ, ഞാനും ഒരു അന്ധനായിരുന്നു. ഇന്നെനിക്ക് കാഴ്ച ലഭിച്ചിരിക്കുന്നു. ഈ കാഴ്ചയുടെ ശക്തി ലോകം മുഴുവൻ ഞാൻ വിളിച്ചു പറയും. നന്ദി ദൈവമേ. ബാബേൽ ഗോപുരം പണിയും. ആരാണ് ഈ ദേവാലയത്തിൽ? അങ്ങേപ്പോലെ ഒരാളെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. എവിടെ നിന്ന് വരുന്നു? നമസ്കാരം ഫാദർ. ഞാൻ ഇത് ക്യാപ്റ്റൻ ഡിലനോയ് തന്നുവിട്ടതാണ്. നീലകണ്ഠം പിള്ള അല്ലേ? അതെ ഫാദർ. താങ്കൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന വഴി എത്രമാത്രം കല്ലുമുള്ളും നിറഞ്ഞതാണ് എന്ന് അറിയുമോ?
എനിക്കറിയാം ഫാദർ. പക്ഷേ എൻ്റെ തീരുമാനം ആ വഴിയിലൂടെ നടക്കുക എന്നത് തന്നെയാണ്. താങ്കൾ ഒരു ക്രിസ്ത്യാനിയാവുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമാണുള്ളത്. പക്ഷേ നിങ്ങളുടെ കുടുംബം, കൊട്ടാരത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം, അവിടുത്തെ ഉദ്യോഗം, എന്തിന് ഇതറിയുന്ന രാജാവ് പോലും നിങ്ങളെ കൊല്ലാൻ മടിച്ചൊന്നും വരില്ല. എല്ലാം നഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം ഫാദർ. നഷ്ടപ്പെടട്ടെ. പക്ഷേ എനിക്കെന്റെ യേശുവിനെ ലഭിക്കില്ലേ? ആ ദൈവപുത്രന്റെ കൈകളിൽ നിന്നും ആർക്കെന്നെ പിഴുതെറിയാൻ കഴിയും? ആർക്കും അതിന് കഴിയില്ല. അവന്റെ അരികിലെത്തുക, അവനോട് ചേർന്നിരിക്കുക, അതാണ് എന്റെ ലക്ഷ്യം. എന്നാൽ അതിനു വേണ്ടുന്ന മാർഗം അത് അങ്ങയുടെ കൈകളിലാണുള്ളത്. മനസ്സറിഞ്ഞ് അങ്ങത് ചെയ്തു തരിക. അങ്ങയുടെ ഉറച്ച തീരുമാനം ഞാൻ മനസ്സിലാക്കുന്നു. ക്രിസ്തുവിനെയും ക്രിസ്തു സഭയെയും കുറിച്ച് അങ്ങ് ഇനിയും കൂടുതലായി അറിയുവാനുണ്ട്. കുറച്ച് ദിവസങ്ങൾ അങ്ങ് ഈ ദേവാലയത്തിൽ കഴിയണം. അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ നിറവോടെ അങ്ങേക്ക് ഇവിടുന്ന് യാത്രയാകാം. വളരെ സന്തോഷം ഫാദർ. ദേശത്തിൻ മുള്ളുകൾക്കിടയിൽ വേദനയിൽ ഞാൻ പിടഞ്ഞു. പരിഹാസവാക്കിൻ നടുവിൽ ഇടനെഞ്ചു നീറിക്കരഞ്ഞു. ആ നേരമെൻ മുൻപിൽ തെളിഞ്ഞു ക്രൂശിതമാം ദിവ്യരൂപം. ആശ്വാസത്തോടെ ഞാൻ നുകർന്നു ആ ദിവ്യനാഥന്റെ സ്നേഹം. ആ ദിവ്യനാഥന്റെ സ്നേഹം. മുൾമുടിയണിഞ്ഞുകൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി. മുള്ളുകളെൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. നീ ഇന്നു മുതൽ ലാസർ എന്നർത്ഥം വരുന്ന ദൈവസഹായം പിള്ളയാണ്. ഒന്നും അറിഞ്ഞില്ല എന്നതാണോ സത്യം? അതോ ഒന്നും അറിയാത്തതുപോലെ ഞങ്ങൾക്ക് മുന്നിൽ നടിക്കുകയാണോ? കാര്യം എന്താണെങ്കിൽ അത് മനസ്സിലിട്ടുരുട്ടാതെ തുറന്നു പറയ തിരുമേനി. നീലകണ്ഠൻ മതം മാറിയിരിക്കുന്നു. അതും ഒരു ക്രിസ്ത്യാനി. എന്ത് അസംബന്ധമാണ് അയാൾ കാണിച്ചത്? അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ തൊടിയിലും കവലയിലും ആലിൻ ചുവട്ടിലും എല്ലാം അവരുടെ ദൈവമാണ് വലുതു എന്ന് പറഞ്ഞ് വരുത്തുന്നുണ്ട്. നമ്മുടെ മതത്തിൽ ജനിച്ചു വളർന്ന് ഇപ്പോൾ മറ്റൊരു മതക്കാരനായി ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ പലരും അവനെ വിശ്വസിച്ചു പോകും. മാത്രമല്ല, ഇങ്ങനെ പോയാൽ പലരും അവന്റെ വഴി തന്നെ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് കീഴെ എങ്ങും ജനങ്ങൾ അടിമകളാണ്. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണവർ. ജനങ്ങൾ ക്രിസ്തുമതം സ്വീകരിച്ചാൽ നമ്മുടെ പല മേൽക്കോയ്മകളും അവർക്ക് ബാധകമല്ലാതായിത്തീരും. ഓ, എല്ലാവരും അനുഭവിച്ചോ? ഈശ്വരഭക്തനും ബുദ്ധിമാനുമായ എൻ്റെ മകനിവിടെയുള്ളപ്പോൾ ആ നീലകണ്ഠനെ കൊട്ടാരത്തിൽ കയറ്റിയിരുത്തിയതല്ലേ? നിങ്ങൾ അനുഭവിച്ചോ? അതിപ്പോ നമുക്ക് മുൻപേ അറിയുമോ ഈ നീലകണ്ഠൻ ഇത്രയും വലിയ ചതിയനാകുമെന്ന്? പിന്നെ മറ്ററിവുകളിൽ കാളിദാസനേക്കാൾ കേമനായിരുന്നുവല്ലോ നീലകണ്ഠൻ. ഓ, കേമൻ. ഇപ്പോൾ എന്തായി ആ കേമൻ? നാളെ നിങ്ങളെ കൊണ്ട് കോമരം തുള്ളിക്കും, കണ്ടോ? മതി, നിർത്ത്.
അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരിയിട്ട് ഇനി എന്തു പ്രയോജനം? ഇപ്പോൾ തന്നെ മഹാരാജാവിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. പറങ്കികളുടെ പുതിയ യുദ്ധതന്ത്രമാണിത്, മതം മാറ്റം. അത് വെച്ച് പൊറുപ്പിക്കാൻ പാടുള്ളതല്ല, മുളകിൽ തന്നെ നുള്ളി കത്തിക്കണം. എന്റെ ദൈവമേ, നീ അറിയുന്നുവല്ലോ ഞാൻ പോകുന്ന വഴിയും എൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം നിന്നിലൂടെയാണ്. തൊടിയിലെ പണിക്കാരിയായ കാർത്യാനിയുടെ കുടുംബം യേശുവിൻ്റെ നിത്യജീവൻ അറിയുവാൻ കൊതിക്കുകയാണ്. ബലവാനെ, നിന്നെക്കുറിച്ച് എന്നിലൂടെ അവർ അറിയുന്നു. ഇനിയും അനേകർക്കിടയിൽ ഞാൻ യേശുവിനെ അറിയിക്കും. ദൈവമേ, എൻ്റെ കൂടെ ഉണ്ടാകണമേ. അമ്മേ, മാതാവേ, അങ്ങയുടെ മകൻ വഴി സർവരെയും അനുഗ്രഹിക്കണമേ. നീലകണ്ഠ, നീ എന്താ ഈ കാണിക്കുന്നത്? നിനക്ക് നിന്റെ ഭാര്യയ്ക്ക് ഭ്രാന്തായോ? കുലം മുടിപ്പിക്കാനാണോടാ നീ എന്റെ വയറ്റിൽ വന്ന് പിറന്നത്? അന്ധവിശ്വാസം നാശത്തിലേക്കാണ്. നീ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ചെയ്തു കൂട്ടുന്ന ഈ തെറ്റുകൾക്ക് പ്രതിവിധി ലഭിക്കാൻ ഏതൊക്കെ പൂജ ഞാൻ നടത്തണം എൻ്റെ ദേവി? എല്ലാം നശിക്കുകയാണല്ലോ. നീ ഇതിൽ അനുഭവിക്കുന്ന ഇളകണ്ട. അമ്മാവാ, പൂജ ചെയ്ത് ഈ തറവാട് ഇത്രത്തോളം മുടിപ്പിച്ചിട്ടും അങ്ങേക്ക് മതിയായില്ല അല്ലേ? തലയിൽ വിഡ്ഢിത്തരം മാത്രം പഠിച്ചു വെച്ച് അതുമാത്രമാണ് ശരിയെന്ന് പറഞ്ഞു നടക്കുന്ന നിങ്ങളെ തിരുത്താൻ എനിക്കെന്നല്ല, ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ല. കുറച്ചു നാൾ കഴിഞ്ഞാൽ അമ്മാവനും ഒരു ദൈവമായി മാറാൻ സാധ്യതയുണ്ട്. ആൽ ദൈവം. എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടരുത്. ലാസർ എന്ന ദൈവസഹായം, അതാണ് എൻ്റെ പുതിയ പേര്. പഴയ അന്ധവിശ്വാസിയായിരുന്ന നീലകണ്ഠൻ പിള്ള മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ക്ഷമിക്കണം, അങ്ങയെ ബന്ധിച്ചു കൊണ്ടുവരുവാൻ ഉത്തരവുണ്ട്. അതിനെന്താ, ഞാൻ വരുമല്ലോ. പക്ഷേ എന്തിനാണ് കൊടും കുറ്റവാളികളെ ബന്ധിക്കുന്ന ഈ ചങ്ങലകൾ കൊണ്ടുവന്നിരിക്കുന്നത്? രാജകൽപ്പനയാണ്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ശരി സുഹൃത്തുക്കളെ, കൽപ്പന നടപ്പിലാക്കൂ. ഞാനിപ്പോവേ കരയരുത്. ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കൂ. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് ഇനി എന്തൊക്കെ ഞാൻ കാണണം എന്റെ ദേവി. നീലകണ്ഠൻ പിള്ളയെ പടയാളികൾ കൊട്ടാരത്തിലെത്തിച്ചിട്ടുണ്ട്. അങ്ങ് വിളിപ്പിക്കാൻ ഉത്തരവിട്ടാൽ വധശിക്ഷയേക്കാൾ കുറഞ്ഞതൊന്നും അങ്ങ് ഉത്തരവിടില്ല എന്നാണ് ഞങ്ങളുടെ സമുദായം വിചാരിക്കുന്നത്. പ്രിയരെ, ഗുരുക്കന്മാരെ, കുറച്ചു സമയം നീലകണ്ഠന് കൊടുക്കണം. ചിലപ്പോൾ മനസ്സ് മാറിയാലോ. നല്ല അറിവും പരിജ്ഞാനവും അതിലേറെ നല്ലൊരു വ്യക്തിത്വമുള്ള ഒരാളാണ് നീലകണ്ഠൻ. നമ്മുടെ ദൈവങ്ങളെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്ത് ഏതോ ഒരു വെള്ളക്കാരനായ മനുഷ്യനെ ദൈവമായി കണ്ട് അതാണ് വലിയ സംഭവം എന്ന് പറഞ്ഞു നടക്കുന്ന അവനെ ഒരു ശിക്ഷയും കൊടുക്കണ്ട എന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? ഹേയ്, ഒരിക്കലുമല്ല. ഓരോ ശിക്ഷകൾ കൊടുത്ത് മനസ്സ് മാറ്റിയെടുക്കണം. ശരീരത്തിലൂടെ ജീവനിലേക്ക് തൊടുന്ന ഓരോ വേദനയും സഹിക്കാൻ കഴിയാതെ അലമുറയിട്ട് നീലകണ്ഠൻ നമ്മുടെ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരും. ദൈവത്തിന്റെ പേരിൽ ജീവിതം കളയാൻ മാത്രം വിഡ്ഢിയാണോ നീലകണ്ഠൻ എന്ന് എനിക്ക് തോന്നുന്നില്ല. ജീവനിൽ കൊതിയില്ലാത്തവർ ആരാണുള്ളത്? അതുകൊണ്ട് ഞാൻ ഉത്തരവിടുന്നു,
നീലകണ്ഠനെ ക്രൂരമായി മർദ്ദിക്കുക, മനസ്സുമാറ്റാൻ പരിശ്രമിക്കുക. സഭ പിരിയുകയാണ്. എല്ലാവർക്കും പോകാം. നീലകണ്ഠ, നിന്നെ ഇങ്ങനെയൊരവസ്ഥയിൽ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇതിലും വലുതായ മർദ്ദനങ്ങളിലേക്കാണ് നീലകണ്ഠൻ പോകാൻ ഒരുങ്ങുന്നത്. നിന്റെ അന്ധവിശ്വാസങ്ങൾ മനസ്സിൽ നിന്നും പിഴുതെറിഞ്ഞ് നീ ഞങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഞങ്ങളുടെ പ്രതീക്ഷ. നിന്നെ കാത്തിരിക്കുന്നത് വലിയ വലിയ ബഹുമതികളാണ് നീലകണ്ഠ. നമ്മുടെ ഈശ്വരന്മാരെക്കാൾ വലുതായി ഒന്നുമില്ല ഈ ഭൂമിയിലെന്ന് നീ അങ്ങ് ഉറക്കെ പറ. നിങ്ങൾ എന്തിനാണ് വിഡ്ഢിത്തരം വിളിച്ചോതാൻ ഇവിടെ വന്നു നിൽക്കുന്നത്? എന്റെ വിശ്വാസം എന്നെ പൊറുപ്പിക്കട്ടെ. നിങ്ങൾ തരുന്ന മർദ്ദനത്തെക്കാൾ ക്രൂരമാണ് നിങ്ങൾ എന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നത്. സമയം കളയാതെ നിങ്ങൾ പോകൂ. മേലാധികാരികളുടെ മുമ്പിൽ ചെന്ന് പറയൂ. എന്റെ ദൈവം ക്രിസ്തുവാണ്. അവൻ എന്റെ കൂടെയുണ്ട്. ഞാൻ തളരില്ല. എനിക്ക് ദാഹിക്കുന്നു. ആ മനുഷ്യനിൽ ഒരു ദൈവിക ശക്തിയുണ്ട്. ഉണങ്ങിയ ആ വേപ്പിൻമരം തളർത്തിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ശരിയാണ്. ആ മരം വെട്ടിക്കളയാൻ ഞാൻ തീരുമാനമെടുത്തതായിരുന്നു. പക്ഷേ നീ പറയുന്ന ദൈവികമായ ശക്തി അയാളിലുണ്ടായിരുന്നെങ്കിൽ ആ പടയാളികളെയും നമ്മളെ എല്ലാം കൊന്നുകളഞ്ഞ് അയാൾ രക്ഷപ്പെടുമായിരുന്നില്ലേ? എന്തിനെ രാജാവിനെ വരെ തോൽപ്പിച്ച് സിംഹാസനത്തിൽ കയറി ഇരിക്കാമായിരുന്നല്ലോ. അതൊന്നും എനിക്കറിയില്ല. അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്തോ എൻ്റെ മനസ്സ് പറഞ്ഞു, മക്കളില്ലാത്ത നമുക്ക് ഒരു കുഞ്ഞുണ്ടാകുമെന്ന്. എപ്പോഴും എനിക്ക് ഒരു ചിന്തയേ ഉള്ളൂ, നമുക്ക് കുഞ്ഞുങ്ങൾ വിധിച്ചിട്ടില്ല. അങ്ങനെ നീ നിന്റെ മനസ്സിനെ പറഞ്ഞുറപ്പിക്കുക ജാനകി. മഹാരാജാവിൻ്റെ ഒരു ഉത്തരവ് മാത്രം ലഭിച്ചാൽ മതി. നിനക്കറിയോ, അയാളുടെ തല വെട്ടുവാൻ എൻ്റെ കൈ തരിച്ചു നിൽക്കുകയാണ്. അയ്യോ ജാനകി, ജാനകി, അമ്മേ, അമ്മേ, ഓടി വരും അമ്മേ. എന്റെ ജാനകി, ജാനകി. അമ്മേ, അമ്മേ, ജാനകിക്ക് എന്താ അമ്മേ? ജാനകി, ജാനകി. എന്നെ അമ്മൂമ്മേന്ന് വിളിക്കാൻ ഒരു കുഞ്ഞുമോ മരുന്നടാ. എനിക്ക് അങ്ങയെ കൊല്ലാൻ കഴിയില്ല. അങ്ങിൽ ജീവിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഇപ്പോ ഞാൻ തിരിച്ചറിഞ്ഞു. ഞാനൊരു കുഞ്ഞിന്റെ അച്ഛനാകാൻ പോകുന്നു. നന്ദി, നന്ദി ദൈവമേ, നന്ദി.
എന്നെ നടത്തും, എൻ്റെ ഉള്ളം കലങ്ങുകില്ല. നീലകണ്ഠൻ പിള്ള വളരെ സത്യസന്ധനും ചെയ്യുന്ന ജോലിയിൽ കൂറും നിറവും ഉള്ളവനായിരുന്നു. പക്ഷേ ഈശ്വരവിശ്വാസത്തിൻ്റെ പേരിൽ അയാൾ എന്നെയും നിങ്ങളെയും ഈ രാജ്യത്തെ തന്നെയും തള്ളിപ്പറയുകയും ചതിക്കുകയും ചെയ്തു. ഇനി അതെല്ലാം പറഞ്ഞിട്ടെന്ത് കാര്യം? നമ്മുടെ രാജ്യത്തിന് പുതിയൊരു കണക്ക് പിള്ള ആവശ്യമാണ്. അതുകൊണ്ട് തിരുവിതാംകൂർ ദേശത്തിൻ്റെ പുതിയ കണക്ക് പിള്ളയായി അനന്തൻ നമ്പൂതിരിപ്പാടിൻ്റെ അരുമ സന്താനമായ കാളിദാസൻ നമ്പൂതിരിയെ നോം ആ സ്ഥാനം വഹിക്കുവാൻ ചുമതലപ്പെടുന്നു. നൃത്തഗീതികളെന്നും ഉണരുന്ന വേദിയിൽ കൃഷ്ണമിഴി കളിതാതിടു നീ വിസ്മയത്തെ. കഞ്ചുകമിളകുന്ന ലാസ്യ നടനം കാണാൻ വിശ്വദിക്കുകളിതായൻ മുന്നിൽ അണയുന്നേ. പ്രഭയോലും എൻ മണി മറുമാറി മധുപന്മാരിവരോ ഒളിയമ്പെറിയുന്നേ. എൻ വശ്യകാന്തിതൻ നറുതൻ മുകർന്നിടാൻ ഈ വെള്ളി ഉടലിൻ മേൽ വലം വെച്ചു ശലഭങ്ങൾ. നൃത്തഗീതികളെന്നും ഉണരുന്ന വേദിയിൽ കൃഷ്ണമിഴികളിതാതിടു നീ വിസ്മയത്തെ. കഞ്ചുകമിളകുന്ന ലാസ്യ നടനം കാണാൻ വിശ്വദിക്കുകളിതായൻ മുന്നിൽ അണയുന്നേ. എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷമാർന്നൊരു ദിവസമാണിന്ന്. ഞാൻ സ്വപ്നം കണ്ട ഉദ്യോഗം എനിക്ക് ലഭിച്ചിരിക്കുന്നു. പക്ഷേ മഹാരാജൻ, നോം അറിഞ്ഞൊരു വാർത്ത ഇവിടെ അങ്ങേക്ക് മുമ്പിൽ പറയാതിരിക്കാൻ വയ്യ. പറയൂ, എന്താണത്? മഹാരാജാവേ, ക്രൂരമായ മർദ്ദനങ്ങൾ നൽകി ഒരു തരി ഭക്ഷണം പോലും കൊടുക്കാതെ പട്ടിണിക്കിട്ട് ശരീരത്തിന് ശക്തമായ വേദനകൾ നൽകി മനസ്സുമാറ്റി അങ്ങ് തിരികെ കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചിരുന്ന ആ നീലകണ്ഠൻ ഇന്ന് ജനങ്ങൾക്കിടയിൽ രാജാവായി വാഴുകയാണ്. അവനെ കൊണ്ടു നടക്കുന്ന ഭടന്മാർ പോലും ക്രിസ്ത്യാനികളായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങ് അവന്റെ തലവെട്ടുവാൻ ഏൽപ്പിച്ച ആരാച്ചർക്ക് നീലകണ്ഠന്റെ പ്രാർത്ഥനയാൽ ഒരു കുഞ്ഞ് ലഭിച്ചു അത്രേ. അവരും ക്രിസ്ത്യാനികളായി എന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ 2000-ൽ പരം ജനങ്ങൾ അവനിലൂടെ ക്രിസ്തുമതം സ്വീകരിച്ചു. ഇങ്ങനെ പോയാൽ നമ്മുടെ രാജ്യത്ത് ഇനി എന്ത് സംഭവിക്കുമെന്ന് അങ്ങേക്ക് ഊഹിക്കാവുന്നതാണ്. ഇനിയും അവൻ വളർന്നാൽ ഈ രാജ്യം മുഴുവൻ അന്ധവിശ്വാസത്താൽ നിറയും. നീലകണ്ഠൻ പിള്ളയെ
പേരുവിള ആരാച്ചാരുടെ പക്കൽ നിന്നും ആരാൻ വായ്മൊഴിക്കോട്ടയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും ജനുവരി 14 കാറ്റാടി മലയിൽ വെച്ച് വെടിവെച്ചു കൊല്ലുവാനും ഇതാ ഞാൻ ഉത്തരവിടുന്നു. നീലകണ്ഠ, നിന്റെ ഗുരുവിനെ നീ മറന്നു കാണില്ല. നിനക്ക് അറിവുകൾ ഓതിത്തന്ന ഈ മഹത് വ്യക്തി ഇപ്പോൾ നിന്നെ ഒന്ന് കാണാൻ, നിന്നോട് സംസാരിക്കാൻ, നിന്റെ അറിവില്ലായ്മകൾ നികത്താൻ നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരവസാന ശ്രമം, അത്രേ ഉള്ളൂ. നിന്റെ മനസ്സ് മാറും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അതല്ല, നിനക്ക് മാറ്റമില്ലെങ്കിൽ നാളെ കാറ്റാടി മലയിൽ വെച്ച് നീ വധിക്കപ്പെടും. രാജകൽപ്പനയാണ്. മകനെ നീല, എന്റെ പഴയ നീലകണ്ഠൻ തന്നെയാണോ ഇത്? ഞാൻ എന്താണ് ഈ കാണുന്നത്? എനിക്കിത് സഹിക്കുന്നില്ല. നീല, വെറും അന്ധവിശ്വാസത്തിന്റെ പേരിൽ നീ ചെയ്തു കൂട്ടുന്നത് എത്രയോ വലിയ തെറ്റാണെന്ന് നീ അറിയുന്നുണ്ടോ? വരും തലമുറകൾ പോലും നീ ഒരു വിഡ്ഢിയായിരുന്നുവെന്ന് പറയും. ഒരു യുദ്ധത്തിൽ മരിച്ചിരുന്നുവെങ്കിൽ അത് അഭിമാനം. ഇപ്പോൾ നീ വഹിക്കാൻ പോകുന്നത് വെറും ഭീരുവിന്റെ മരണം. നിലകണ്ഠ, ജീവിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനം. മരിച്ചതിന് ശേഷം നീ എന്ത് നേടും? സ്വയം വിഷമായി നീ മരിക്കരുതേ നീല. നിന്റെ എല്ലാ തീരുമാനങ്ങളും വലിച്ചെറിഞ്ഞ് എന്റെ ആ പഴയ നീലകണ്ഠനായി വരും മോനെ. ഗുരുവേ, അവസാനമായി അങ്ങേ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ ഏറെ സന്തോഷവാനാണ്. പക്ഷെ സത്യദൈവത്തെ കുറിച്ചുള്ള അറിവ് അങ്ങേക്കില്ലാത്തതിൽ ഞാൻ അതിയായ ദുഃഖിതനാണ്. മനുഷ്യനായി ഭൂമിയിൽ പിറന്നവർ എല്ലാം ഒരിക്കൽ മരിക്കും ഗുരുവേ. എന്നാൽ എന്റെ ദൈവത്തെ രുചിച്ചറിഞ്ഞവർ ഒരിക്കലും മരിക്കുകയില്ല. എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുന്നിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ എത്തിച്ചേരും. പ്രിയ ഗുരുനാഥ, എനിക്ക് അങ്ങയോട് പറയുവാൻ ഒന്നും മാത്രം ബാക്കി. അങ്ങ് യേശുവിനെ അറിയുക, യേശുവിലേക്ക് വരിക. നമുക്ക് പോകാം. ഇവന്റെ വാക്കുകളിൽ മനുഷ്യനെ മയക്കുന്ന കൊടിയ വിഷമുണ്ട്. ഇനി ഇവിടെ നിന്നാൽ ഇവൻ നമ്മളെയും ക്രിസ്ത്യാനികളാക്കും. പോകാം. എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങേക്ക് ഇതെല്ലാം സംഭവിച്ചത് ഞാൻ മൂലമാണ് എന്നോർക്കുമ്പോൾ എന്റെ നെഞ്ചു പിങ്ങിപ്പൊട്ടുകയാണ്. സുഹൃത്തെ, ഇങ്ങടുത്ത് വരൂ. എന്റെ ദൈവത്തെ എനിക്ക് കാണിച്ചു തന്നതിന് സമ്മാനമായി അങ്ങേക്ക് തരുവാൻ ഈ സ്നേഹചുംബനം മാത്രമേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ദൈവസഹായം. मर्दों
കുളങ്ങര തറവാട്ടിലെ വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെയും ദേവിക തമ്പുരാട്ടിയുടെയും മകനായ നീലകണ്ഠൻ പിള്ള എന്ന ഇയാൾ മതം മാറി ഒരു ക്രിസ്ത്യൻ മതം സ്വീകരിക്കുകയും തുടർന്ന് 2000-ൽ പരം ജനങ്ങളെ ക്രിസ്ത്യൻ മതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയെന്നും തെളിഞ്ഞിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഈശ്വര വിശ്വാസം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞു വരുത്താൻ ശ്രമിക്കുകയും മായാജാല മന്ത്രങ്ങൾ കൊണ്ട് പല അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതിന്റെ പേരിലും മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെയും സഭാ അംഗങ്ങളുടെയും ഉത്തരവുകൾ ധിക്കരിച്ചതിന്റെയും പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ദേവസഹായ പിള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന നീലകണ്ഠൻ പിള്ളയെ കാറ്റാടിമലയിൽ വെച്ച് വെടിവെച്ചു കൊല്ലുവാൻ മഹാരാജാവ് കൽപ്പിച്ചിരിക്കുന്നു. ആയതിനാൽ ക്യാപ്റ്റൻ ഡിൽനോയുടെ അസാന്നിധ്യത്തിൽ നിയുക്തഭടന്മാരായ 3 പേർ ആ കർത്തവ്യം ഇപ്പോൾ ഇവിടെ നിർവഹിക്കുന്നു. ഇവരറിയുന്നില്ല, ഇവരോട് കൊടുക്കണമേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Sweet Jesus, you came down to earth.